കാഴ്ചകൾ 5.5 വർഷങ്ങൾ പഴക്കമുള്ള സ്കൂളിലെ പഴയ ഗെയിമിംഗ് റൂം എപ്പോഴും തണുത്ത കാറ്റിൽ ഒരു അസ്വസ്ഥത പകരുന്ന ഭാഗമായിരുന്നു. കുട്ടികൾ പറയുന്നു, നീ അവിടെ നടക്കുന്നത് കേട്ടാൽ അന്നേയും ആരെങ്കിലും നിന്നെ നോക്കുകയാണെന്ന് തോന്നും. എന്നാൽ അതൊരു ഫലഭരിതമായ മിന്നൽ കാഴ്ചയുള്ള കഥ മാത്രമാണ് എന്ന് ആരും ഉറപ്പുള്ളതാകുമായിരുന്നില്ല. രാഹുൽ ആ ദിവസം അവസാന ക്ലാസ്സിന് ശേഷമാണ് അതിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അവിടെ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാരൻ അരുൺ ചോദിച്ചു, നിങ്ങൾ നോക്കുക, നിങ്ങൾ തിരിച്ചു വരുമോ എന്നറിയാം. എന്നാൽ രാഹുൽ ഒരു സാഹസിക മനസ്സായിരുന്നു. റൂമിലേക്ക് കടക്കുമ്പോൾ പഴയ ഡോർ കാത്തിരിപ്പിനു വഴിയൊരുക്കി. അത് തുറക്കുമ്പോൾ ഒരു മൗനത്തെ അനുസ്മരിക്കുന്ന മൂടൽമഞ്ഞ് രാഹുലിനെ കവർന്നു. പ്രതിഭാസമൊന്നുമില്ല, പക്ഷെ തണുപ്പ് ചെവിയിൽ കടിച്ചുപറ്റി. അവൻ സ്ലൈഡിംഗ് ഡോറിനുള്ളിൽ നിന്ന് നോക്കി. കുറച്ചു പഴയ ഗെയിംസ്, പൊടി പിടിച്ച കസേരകൾ, മറഞ്ഞിരിക്കുന്ന ബെഞ്ചുകൾ മാത്രം കാണപ്പെട്ടു. ഇവിടെയൊക്കെ സായി പോലെ നിൽക്കുന്നുണ്ട്, രാഹുൽ ചിന്തിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ടായിരുന്നു. ഒരു ചെറിയ കണ്ണാടി കോർണറിൽ വെളുത്ത വെളിച്ചത്തിൽ ഒരു ചലനമില്ലാതെ അയവായി നിൽക്കുന്നത്. അവൻ അടുത്തെത്തുമ്പോൾ കണ്ണാടിയിൽ ഒരു ആകൃതി പ്രതിഫലിച്ചു. ആദ്യ നോട്ടത്തിൽ അത് സ്വന്തം പ്രതിബിംബമെന്ന് തോന്നി. പക്ഷേ കണ്ണാടിയിൽ നിന്നുള്ള കണ്ണുകൾ അനുസ്മരിച്ചതുപോലെ അവൻ ഒരു കുതിരയെപ്പോലെ അടുപ്പം കാണിച്ചു. രാഹുൽ ചുറ്റുപാടുകളിലേക്ക് നോക്കി. ആരുമില്ല. പുതിയ ഗെയിം ഷോ അല്ലേ? രാഹുൽ ചിരിച്ചു. പക്ഷേ ഹൃദയം വേഗത്തിൽ പടയാളം ചെയ്തു. അചാനകം കാറ്റ് കൂടുതൽ ശക്തമായി വീശി. ഒരു കസേര പെട്ടെന്ന് ഇടിഞ്ഞു വീണു. രാഹുൽ കാൽ പിടിച്ചു. പിന്നെ കണ്ണാടിയിലേക്ക് തിരിഞ്ഞപ്പോൾ അവിടെ ഇപ്പോഴത്തെ പ്രതിഫലം മാറിയിരുന്നു. രാഹുൽ തൻ്റെ മുഖം മാത്രമല്ല, മറ്റൊരു മുഖം, അതികടിയായ കണ്ണുകൾ, നീല നിറത്തിലുള്ള മുഖം അവൻ്റെ മുമ്പിൽ. നിനക്കെങ്ങനെ ഇവിടെ എത്താൻ ധൈര്യമുണ്ടായി? ഒരു ശബ്ദം കുറച്ചു മൃദുവായും പുഞ്ചിരിയോടെ. രാഹുൽ ചിന്തിച്ചു, ഇത് അവൻ്റെ മനസ്സിൽ തന്നെയാണോ എന്നറിയാൻ. രാഹുൽ പിന്മാറാൻ ശ്രമിച്ചു. എന്നാൽ കടൽ പോലെ ഒരു ശബ്ദം ഹാളിൽ മുഴങ്ങിയപ്പോൾ പെൻഡന്റിന് താഴെ നടന്നൊരു പെൻഡുലം സ്വയം ചലിച്ചു. ഹൃദയം ചത്തുപോവാൻ തുടങ്ങിയതിനു മുമ്പ് ഒരു വസ്തു നിലത്തേക്ക് വീണു. അവിടെ ഒരു പഴയ കളിപ്പാട്ടം, ഒരു കുട്ടിയുടെ ചെറിയ മോൺസ്റ്റർ ബേബി, അതിരാവിലെ മണ്ണിൽ നിന്നുയർന്ന പോലെ കാണപ്പെട്ടു. അവൻ ഓടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഡോറിന് മുന്നിലുള്ള കാറ്റ് തടഞ്ഞു. ഇവിടെ നിന്ന് പോവാൻ പറ്റില്ല, ശബ്ദം വീണ്ടും പറഞ്ഞു. രാഹുൽ ആ വായുശാസ്ത്രം പോലെ നീക്കിയപ്പോൾ കണ്ണാടി പൂർണ്ണമായും ആകർഷണീയമായി മാറ്റപ്പെട്ടു. പിന്നിലൊരു തീവ്രമായ ഇരുണ്ട മുറി, ചലിക്കുന്ന നീലപ്പൊടികൾ, ഒറ്റക്കെട്ട് പ്രതിഫലങ്ങൾ, ഒരു പ്രത്യേക രഹസ്യലോകം. ഹൃദയം പാടുന്ന രാഹുൽ ഒരു ചെറിയ അടുക്കളയിലേക്ക് കടന്നു. അവിടെ പഴയ ടേബിളിൻ്റെ മേൽനോട്ടത്തിൽ ചുരുങ്ങിയ കുറിപ്പുകൾ പതിഞ്ഞിരുന്നു. നിന്റെ ഹൃദയം നോക്കുന്നു. നീ കാണുന്നത് മാത്രമല്ല, നീ കാണാൻ തയ്യാറെടുക്കാത്തത് കൂടി കാണുന്നു. രാഹുൽ വായിച്ചപ്പോഴേക്കും ഒരു ഹ്രസ്വമായ ഓൾട്ടർനേറ്റ് റിയാലിറ്റി, കുട്ടികളുടെ ചിരി, ഭാവി ചലനങ്ങൾ, പൂർണ്ണമായ ശബ്ദമില്ലാത്ത ഭേദികൾ എല്ലാം അവനെ ചുറ്റിപ്പറ്റി. അവൻ പിൻവലിച്ചപ്പോൾ അവിടെ നിന്ന് പ്രകാശത്തിൻ്റെ ഒരു ചെറിയ വാതിൽ തുറന്നു. പുറത്തുള്ള തണുത്ത കാറ്റിൽ അല്പം വലിച്ചിഴച്ചു. ഒരിക്കൽ ഇവിടെ നിന്ന് കടക്കേണ്ടി വരും, ശബ്ദം അവസാനമായി പറഞ്ഞു. പക്ഷെ തിരിച്ചു വരേണ്ടത് സജ്ജമാണെങ്കിൽ മാത്രം. രാഹുൽ പടികളിലൂടെ ഇറങ്ങി. സ്കൂളിൻ്റെ പഴയ ഗേറ്റ് തുറന്ന് കാറ്റിനോട് ചേർന്നു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെയെല്ലാം സാധാരണ നിലയിലായിരുന്നു. പക്ഷേ ഹൃദയം ഇപ്പോഴും ഒരു ശബ്ദമില്ലാത്ത അവിശ്വസനീയമായ ഭീതിയോടെ നിറഞ്ഞു. അവൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു, എവിടെ പോയി? രാഹുൽ ചിരിച്ചു. പക്ഷേ അരികിൽ ഒരു ദൂരെ നിന്നു. കണ്ണാടിയിൽ കാണുന്ന ആ മുഖം ഒരു നേരം മാത്രമല്ല, എന്നും അവനെ നോക്കുന്നു എന്ന് മനസ്സിലായി. അവൻ അറിഞ്ഞു, ഈ രഹസ്യമുറി, സ്കൂളിലെ പഴയ ഗെയിമിംഗ് റൂം, ഒരിക്കൽ കടന്നാൽ മറക്കാനാകാത്തൊരു ഭീതിയുടെ ലോകമായിരുന്നു.